ഇന്നുണ്ടായ രണ്ട് ക്രിമിനൽ കുറ്റങ്ങൾ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നതായി മാറി. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത്, ബാംഗ്ലൂരിൽ ഒരു ആൺകുട്ടി 13 വയസ്സ് പ്രായമേ ഉള്ളൂ. അവൻ ട്യൂഷന് പോയതാണ് മെനഞ്ഞാന്ന്. തിരിച്ചവൻ വീട്ടിലെത്തിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്കൊരു ഫോൺ കോൾ വരുന്നു, കുട്ടി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, 5 ലക്ഷം രൂപ തന്നാൽ വിട്ടുതരാം, ഇല്ലെങ്കിൽ അവനെ കൊല്ലുമെന്ന് പറഞ്ഞു. ഭയന്നു പോയ അവർ ഈ 5 ലക്ഷം രൂപ ഒന്നത് സംഘടിപ്പിച്ച് കൊടുക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. രണ്ടാമത്തെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിയമപരമായ മാർഗം തിരഞ്ഞെടുത്ത് അവർ പോലീസിൽ അറിയിച്ചു. ആ അവന്മാരുണ്ടല്ലോ, ആ കൊലയാളികൾ ആ കുഞ്ഞിനെ കൊലപ്പെടുത്തി, പോലീസിൽ അറിയിച്ചു എന്നുള്ള കാരണത്താൽ കൊലപ്പെടുത്തിയിട്ട് ആ ബോഡി കത്തിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ, എന്തുമാത്രം വലിയ ഒരു ക്രൂരതയാണ് ആ ബാംഗ്ലൂരിൽ ഈ അരങ്ങേറിയത്. ഒന്നും അറിയാത്ത ഒരു കുഞ്ഞ്, അവൻ ട്യൂഷന് പോയതാണ്, 13 വയസ്സേ പ്രായമുള്ളൂ, അവനെ തട്ടിക്കൊണ്ടുപോയതാണ്. എന്നിട്ട് മോചനദ്രവ്യം, ഇതൊക്കെ നമ്മൾ വിദേശങ്ങളിലൊക്കെയാണ് ഇത് കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതിപ്പോൾ നമ്മുടെ രാജ്യത്തേക്കും ഇത് കടന്നു കയറി എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണേണ്ടത്. അപ്പോൾ ഒന്നും അറിയാത്ത ആ കുഞ്ഞ് അകാലത്തിൽ കൊല്ലപ്പെട്ടതല്ലേ. ഇവനൊക്കെ ഈ പണത്തിന് വേണ്ടി എന്തും ചെയ്യുമല്ലോ, അതാണ് നമ്മൾ കാണുന്ന ഒന്ന്. അടുത്തത് ഒരു പുതിയ ഗ്രീഷ്മ കൂടി വരുന്നു എന്നുള്ള ഒരു സംഭവമാണ്. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ കൊല്ലപ്പെട്ടത് മാതിരപ്പള്ളി സ്വദേശിയായ അൻസിൽ എന്ന് പറയുന്ന ഒരു യുവാവാണ്. അയാളും അയാളുടെ പെൺ സുഹൃത്തുമായിട്ട് ഏതാണ്ട് 3-4 വർഷമായിട്ട് വളരെ അടുപ്പത്തിലായിരുന്നു. ഈ അടുപ്പം ഒക്കെ വിനിയോഗിച്ചിട്ട് പെൺ സുഹൃത്ത് അവസാനം 2 ദിവസം മുമ്പ് ഈ അൻസിലിന് കുടിക്കാനായിട്ട് ശീതളപാനീയം കൊടുത്തു. മനസ്സിലായില്ലേ? ഗ്രീഷ്മ കഷായം കൊടുത്തതാണെങ്കിൽ ഇവിടെ ശീതളപാനീയം കൊടുത്തു. അത് വിഷം കലർത്തിയാണ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് അയാൾ കുടിച്ചിട്ട് ഇയാൾ വയ്യാതായി. ഇയാളെ ആശുപത്രിയിലോട്ട് അവസാനം കൊണ്ടുപോകുമ്പോൾ അയാളുടെ സുഹൃത്തിനോട് പറഞ്ഞു, ഇതുപോലെ ഈ പെൺ സുഹൃത്ത്, അവളുടെ പേരൊന്നും വിളി വന്നിട്ടില്ല, പെൺകുട്ടി എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ, പെൺ സുഹൃത്ത് ഇതുപോലെ ഏതാണ്ട് കുടിക്കാൻ കൊടുത്തു, അന്നേരം മുതലാണ് അയാൾക്ക് പ്രശ്നമായതെന്ന് പറഞ്ഞു. ആ സുഹൃത്ത് എന്തായാലും അത് പോലീസ് റിപ്പോർട്ട് ചെയ്തു കേട്ടോ. പോലീസുകാർ വധശ്രമത്തിനാണ് ആദ്യം കേസെടുത്തത് ഈ പെൺകുട്ടിയുടെ പേരിൽ. പെൺകുട്ടിയെ പ്രതിയാക്കിയെടുത്തു. അവിടെ ഈ പരിശോധിച്ചു, അവിടെ ഇരുന്ന സ്ഥലം, ഇവരിരുന്ന സ്ഥലമൊക്കെ പരിശോധിച്ചു, കണ്ടു. അവളുടെ വീട്ടിൽ നിന്നും ഈ ഒരു കുപ്പി, അതായത് ഈ വിഷത്തിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന അതിൻ്റെ ആ കണ്ടൻസ് വരത്തക്കോണമൊക്കെ വരുന്ന ഒരു കുപ്പി കണ്ടെടുത്തിട്ടുണ്ട്. ആ വാങ്ങിച്ച കട, ഈ വിഷം വാങ്ങിയ കട ഐഡൻറ്റിഫൈ ചെയ്തു. അവരടുത്ത് പോയി അവരെ കണ്ടു. എല്ലാം കാര്യങ്ങൾ പോലീസ് മനസ്സിലാക്കിയാണ് വധശ്രമത്തിന് കേസെടുത്തത്. ഏതായാലും അയാൾ ആശുപത്രി കിടന്ന് മരിച്ചു കേട്ടോ. അതോടുകൂടി ഈ വധശ്രമം, അതായത് അറ്റംപ്റ്റ് മർഡർ എന്നുള്ളത് മേഡറായിട്ടങ്ങ് മാറി. അതാ ഞാൻ പറഞ്ഞ മറ്റൊരു ഗ്രീഷ്മ കൂടി വരുന്നു എന്ന്. ഗ്രീഷ്മ കഷായത്തിലാണ് വിഷം കലർത്തിയെന്നുണ്ടെങ്കിൽ ഇവിടെ പെൺസുഹൃത്ത് നൽകിയത് ശീതളപാനീയത്തിലാണ് വിഷം കലർത്തി കൊടുത്തത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ കുറച്ചുകൂടെ സ്നേഹപുരസരമാണ് കൊടുത്തത്, മറ്റേത് കഷായമല്ലേ, ഇത് ശീതളപാനീയമാണ് കൊടുത്തത്. ഏതായാലും ഈ ആൺപെൺ സുഹൃത്തുക്കൾ തമ്മിലൊരു കാര്യം തീരുമാനിക്കുക, ഒരു കാര്യം ഇനി ഒന്ന് എടുക്കുക. ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ ഇടയ്ക്ക് പിണങ്ങും, ഇടയ്ക്ക് ഇണങ്ങും, അങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ്. പിണക്കമൊക്കെ ഇടയ്ക്കുണ്ട്, പിന്നെ അങ്ങ് ഒന്നിക്കും, ആ രീതിയിൽ വന്നുകൊണ്ടിരുന്നതാണ് എന്ന് പറയപ്പെടുന്നു. ഏതായാലും ഒന്ന് സൂക്ഷിക്കുക, ഈ പെൺ സുഹൃത്തുക്കളുള്ള ആണുങ്ങൾ ഒന്ന് സൂക്ഷിക്കുക, അതുപോലെ തന്നെ ആൺ സുഹൃത്തുക്കളുള്ള പെണ്ണുങ്ങളും ഒന്ന് സൂക്ഷിക്കുക. ഈ പ്രത്യേകിച്ച് പെൺ സുഹൃത്തുക്കളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവരാണെങ്കിൽ ഈ ആൺ സുഹൃത്തുക്കൾ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത്, അവരുടെ ഇന്ന് ഇതേപോലുള്ള അസംസ്കൃത വസ്തുക്കൾ, അതായത് കഷായം, അതേപോലെ പിന്നെ ശീതളപാനീയം, ഇതൊന്നും വാങ്ങിച്ച് കുടിച്ചേക്കരുത്. കാരണം അത് ഈ കുടിച്ചു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താണെന്നറിയോ, അങ്ങ് തട്ടിപ്പോവും, വേറെ പ്രശ്നമൊന്നുമില്ല.
കാരണം ഇതെന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. എന്തായാലും ശരി, ഇപ്പോൾ ആ പെൺകുട്ടിയുടെ നിലയൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അവിടെ ഇനി എത്ര കാലം അവൾ കാരാഗ്രഹവാസം വേണ്ടി വരും അവൾക്ക്? ഇതെങ്ങനെ ചിന്തിക്കുമോ? ഈ എടുത്തിയാടി പുറപ്പെടുമ്പോൾ ഇതൊക്കെ എങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ചിലപ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായ ശല്യം കൊണ്ടെങ്ങാണോ ആയിരിക്കും, നമുക്കതറിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതിൻ്റെ മോട്ടീവ് ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. അതിനിപ്പോൾ അവൾ കസ്റ്റഡിയിലാണ്, ഈ പെൺകുട്ടി പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇനിയിപ്പോൾ അത് മർഡറായിട്ട് അങ്ങ് മാറും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാലുടനെ അത് മർഡറായിട്ട് മാറും. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം നടക്കും. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നതെന്ന് പറയുന്നു. അത് നടന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് വരുന്ന ഉടനെ പോസ്റ്റ്മോർട്ടം ഈ വിഷം കൊണ്ടാണ് ഇവൻ മരണപ്പെട്ടത് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, തെളിയാൻ ഇതിരിക്കാൻ സാധ്യതയൊന്നുമില്ല, അത് തന്നെ കാര്യം. തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അത് കൊലക്കുറ്റം ചുമത്തി അത് റിപ്പോർട്ട് വീണ്ടും കോടതിയിലേക്ക് കൊടുക്കും. അതായത് നമ്മുടെ മർഡർ എന്നുള്ളത് അങ്ങോട്ട് ചുമത്തി അത് റിപ്പോർട്ട് കൊടുക്കും. ഏതായാലും ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്നറിയോ, ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് നമ്മുടെ നാട്ടിന് ഒരു വലിയ ശാപമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഈ വഴിവിട്ട ബന്ധങ്ങൾ, ആ വഴിവിട്ട ബന്ധങ്ങളാണല്ലോ ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്ന ഈ വഴിവിട്ട ബന്ധങ്ങൾ മൂലമാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതിന് ഒരു മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഇങ്ങനെയുള്ള അസാൻമാർഗികമായിട്ടുള്ള നടപടികളിൽ നിന്ന് ഈ യുവാക്കൾ, ഈ യുവതികളും ഒക്കെ ഇതിൽ നിന്നൊന്ന് ഒഴിഞ്ഞു മാറണം. നിങ്ങൾക്ക് വേണോ വിവാഹം വീട്ടുകാരുടെ അടുത്ത് പറയുക, അല്ലെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് വിവാഹം കഴിക്കുക, ഇതൊക്കെ വേണം ചെയ്യാൻ. അല്ലാതെ ഈ ഇതേപോലുള്ള ഇടപാടുകൾ കൊണ്ട് നടക്കരുത്. ഇനി ഇങ്ങനെയുള്ള ഇടപാടുകൾ വിദേശങ്ങളിൽ ഇപ്പോൾ എല്ലാം കൂടുതലും ലിവിങ് ടുഗദറാണ്. എന്താ കാര്യം എന്നറിയും, ഇപ്പോൾ അമേരിക്കയിലൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ടൊരു 40% വിവാഹങ്ങളും അത് ഡൈവോഴ്സിൽ കലാശിക്കാറുണ്ട്, വേർപിരിയലിൽ കലാശിക്കും. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്തെന്നറിയാം, ഇത് അവിടെ ഈ ലിവിങ് ടുഗദർ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം, ഇപ്പം ഒരു വർഷം മതി അവിടെ ഇവർ വിവാഹബന്ധം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ആ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾ എപ്പോഴും നിർബന്ധിക്കും വിവാഹത്തിനവിടെ. വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്നറിയുക, ഈ പുരുഷൻ്റെ സ്വത്തിലുണ്ടല്ലോ, അവൻ്റെ സ്വത്തിൻ്റെ പകുതി, അതായത് 50%-നകത്തുള്ള അവകാശം ഈ സ്ത്രീക്കാണ്. അവിടെ അവിടുത്തെ അറ്റോർണിമാർ, അതായത് വക്കീലന്മാർ, അവർ പരസ്യം വരെ കൊടുക്കും. അവിടെ ഒട്ടി എന്നിട്ട് അവർ പറയും, നിങ്ങളെന്തിനാ ഇനി കൂടുതൽ ഇങ്ങനെ താമസിക്കുന്നതിൻ്റെ കാര്യം, അവനെ കളഞ്ഞിട്ട് പോരെ, ഇപ്പം നമുക്ക് ഡൈവോഴ്സ് വാങ്ങിക്കാം. കാര്യം എന്തുവാ, വലിയ തുക കിട്ടും, അതിൻ്റെ നല്ലൊരു ശതമാനം ഈ വക്കീലിന് കിട്ടും. അങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് അവിടെ ഈ ആളുകൾ ഈ വിവാഹബന്ധം അതിന് താല്പര്യം പ്രകടിപ്പിക്കാത്തത്. ഇപ്പം വിവാഹം വളരെ കുറവാണ്. അതിപ്പോൾ ഇങ്ങോട്ടും വ്യാപിച്ചു തുടങ്ങി. ഇവിടെ ഈ അലിമണി ഒക്കെ വരുന്നുണ്ടേ, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഈ ഫെയർ പ്രൊവിഷൻ ആൻഡ് മെയിൻ്റനൻസ് ഇതൊക്കെ വരുന്നുടനെ ഉള്ള പ്രശ്നമെന്ന് പറയുന്നത് ഈ തുക കയ്യിൽ നിന്ന് പോവല്ലേ, അപ്പോൾ സ്വത്തിൻ്റെ ഭാഗം പോവും, നഷ്ടപ്പെടും. ഇതൊക്കെ വരുന്നുടനെ ഇവിടെ ആളുകൾ പലപ്പോഴും ഈ വിവാഹബന്ധത്തിന് ഇപ്പോൾ താല്പര്യം വരാത്തതിൻ്റെ കാരണം ഈ വിദേശത്തു നിന്നുള്ള ഈ സ്വഭാവത്തിൻ്റെ ഒരു കടന്നുകയറ്റമാണ്. അങ്ങനെ വേണ്ട, ഇത് നല്ല രീതിയിൽ അങ്ങോട്ട് പോയിട്ട് കാരണം എല്ലാവരും ആലോചിച്ച് കല്യാണം നടത്തട്ടെ, അല്ലെങ്കിൽ ഇതേപോലെ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം നടത്തട്ടെ. വിവാഹബന്ധം വേണ്ട എന്ന് പറയുന്നവനാണെങ്കിൽ അവൻ്റെ കൂടെ പോകരുതൊരിക്കലും. പെൺകുട്ടികൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഈ വിവാഹബന്ധം വേണ്ട എന്ന് പെണ്ണ് പറയുന്നെങ്കിൽ ഈ എവനും അതിൽ നിന്ന് മാറണം, വേണ്ട ആ ഇടപാടൊന്നും വേണ്ട, ഇത് വിവാഹം മതി എന്ന് പറയണം. ആ രീതിയിലേക്കുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മുടെ സംസ്കാരം തിരിച്ചു പോകേണ്ട ഒരു ഗതികേടിലാണ് നമ്മൾ പോകുന്നത്.